ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് അവൻ നിങ്ങളെ തൻ്റെ വഴിയിൽ നയിക്കും എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. യെശയ്യാവ് 48:17 ഞാൻ നിങ്ങളുടെ ദൈവമായ കർത്താവാണ്. അവൻ നിങ്ങളെ പ്രയോജനത്തിനായി പഠിപ്പിക്കുന്നു, നിങ്ങൾ പോകേണ്ട വഴിയിലൂടെ നിങ്ങളെ നയിക്കുന്നു. നാം കർത്താവിൻ്റെ കൈകളിൽ നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ അവൻ നമ്മെ തൻ്റെ പൂർണ്ണമായ ഇഷ്ടപ്രകാരം നയിക്കുന്നു. അവൻ നമ്മെ ശരിയായ പാതകളിൽ നയിക്കുന്നു. അവൻ നയിക്കുമ്പോൾ അതിനർത്ഥം അവൻ നമ്മോടൊപ്പം ഉണ്ടെന്നുമാണ്. അതുകൊണ്ടാണ് ദാവീദ് രാജാവ് ഇങ്ങനെ പറഞ്ഞത്: ഞാൻ മരണനിഴയും താഴ്വരയിലൂടെ നടന്നാലും ഒരനർത്ഥവും എനിക്ക് ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. ഇത് സങ്കീർത്തനം 23:4 കാണപ്പെടുന്നു. ഇന്ന് പലരും സ്വയം നയിക്കാൻ ശ്രമിക്കുന്നു. എനിക്കാരും എന്നെ നയിക്കേണ്ടതില്ല, എനിക്ക് ജ്ഞാനവും വിവേകവുമുണ്ട്. എന്നാൽ ബൈബിൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, മനുഷ്യന് ശരിയെന്ന് തോന്നുന്നത് നാശത്തിൽ അവസാനിക്കും. മറ്റുള്ളവ അറിയാതെ നയിക്കുന്നത് ദുഷ്ടസ്വാധീനങ്ങൾ, ജഡീക മോഹങ്ങൾ, ആസക്തികൾ, പാപകരമായ ശീലങ്ങൾ എന്നിവയാണ്. കർത്താവിന് മാത്രമേ നമ്മെ സുരക്ഷിതമായി നയിക്കാൻ കഴിയൂ. ജോസഫ് ചെറുപ്പമായിരുന്നപ്പോൾ അവൻ ചിന്തിച്ചിരിക്കാം, എൻ്റെ സഹോദരന്മാർ എന്നെ എന്തിനാണ് വിറ്റത്? എന്തുകൊണ്ട് മിസ്രൈമ്യർ എനിക്കെതിരെ ഈ വ്യാജ ആരോപണങ്ങളെല്ലാം ചുമത്തിയത്? എന്തുകൊണ്ടാണ് ഇത്രയും അന്യായമായ തടവ്? അത് ആശയക്കുഴപ്പവും വേദനാജനകവുമായി തോന്നിയിരിക്കാം. എന്നാൽ പിന്നീട് ദൈവം അവനെ മിസ്രൈമിലെ ഭരണാധികാരിയായി ഉയർത്തിയപ്പോഴാണ് ദൈവം അവനെ എപ്പോഴും നയിച്ചിരുന്നുവെന്ന് അവൻ മനസ്സിലായത്. അവൻ തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞു, എന്നെ ഇങ്ങോട്ട് അയച്ചത് നിങ്ങളല്ല, ദൈവമാണ്. ഇത് ഉൽപ്പത്തി പുസ്തകം 45:5-8 വാക്യങ്ങളിൽ കാണപ്പെടുന്നു. കഷ്ടപ്പാട് പോലെ തോന്നിയത് ദൈവത്തിന്റെ പൂർണ്ണമായ പദ്ധതിയായി മാറി. യോസഫിനെയും ദാവീദിനെയും ദാനിയേലിനെയും നയിച്ച ദൈവം തീർച്ചയായും നിങ്ങളെയും നയിക്കും. അതിനാൽ ആശയക്കുഴപ്പത്തിലാകാതെ ഞാൻ എവിടേക്ക് പോകണം, ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുക. പക്ഷേ കർത്താവിൽ വിശ്വസിക്കുക, അവൻ നിങ്ങളെ പടിപടിയായി നയിക്കും. എൻ്റെ പിതാവ് പാസ്റ്റർ സാം ജബതുറയുടെ ജീവിതത്തിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കുന്നു. വിദ്യാഭ്യാസത്തിന് ശേഷം അദ്ദേഹം 1 വർഷത്തോളം ഒരു പലചരക്ക് കടയിൽ ജോലി ചെയ്യാൻ തുടങ്ങി. തുടർന്ന് 1 വർഷം അധ്യാപകനായി ജോലി ചെയ്തു. അതിനുശേഷം ദൈവകൃപയാൽ 16 വർഷം അദ്ദേഹം ആദായ നികുതി വകുപ്പിൽ ജോലി ചെയ്തു. ദൈവത്തിന്റെ ആത്മാവ് അദ്ദേഹത്തെ സർക്കാർ സർവീസിൽ നിന്ന് മുഴുവൻ സമയ ശുശ്രൂഷയിലേക്ക് നയിച്ചു. ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലും അതുവരെ തന്നെ നയിച്ച കർത്താവ് തന്നെ തുടർന്ന് നയിക്കുമെന്ന് അദ്ദേഹം ശക്തമായ വിശ്വാസം പുലർത്തി. എൻ്റെ പിതാവിനെ ഇത്ര അത്ഭുതകരമായി നയിച്ച ദൈവം നിങ്ങളെയും നയിക്കും. പ്രിയ ദൈവമക്കളെ, നിങ്ങൾ ഒറ്റയ്ക്കല്ല നടക്കുന്നത്. കർത്താവ് നിങ്ങളെ ഏറ്റവും നല്ലത് പഠിപ്പിക്കുന്നു, നിങ്ങളെ ശരിയായ വഴിയിലേക്ക് നയിക്കുന്നു, എപ്പോഴും നിങ്ങളോടൊപ്പം നടക്കുന്നു. അവൻ്റെ നടപ്പിൽ വിശ്വസിക്കുക, അവൻ്റെ വഴി എപ്പോഴും പൂർണ്ണമാണ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം യെശയ്യാവ് 50:10 അവൻ കർത്താവിന്റെ നാമത്തിൽ ആശ്രയിക്കുകയും തന്റെ ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യട്ടെ. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ 1 ദിനവൃത്താന്തം 10, 11, 12 വൈകുന്നേരം യോഹന്നാൻ 6:45-71 വാക്യങ്ങൾ. ആമേൻ.